നരേന്ദ്രൻ തമ്പി ലച്ചുവിനെ അന്വേഷിച്ച് സഞ്ജുവിൻ്റെ വീട്ടിലെത്തുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവർക്കും വിഷു കൈനീട്ടവും വിഷുക്കോടിയും കൊടുക്കാണ് സഞ്ജുവും രാജുവും കൂടി. അങ്ങനെ അവസാനത്തെ കൈനീട്ടം വാങ്ങുന്നത് നരേന്ദ്രൻ തമ്പിയാണ്. അയാളെ കാണുമ്പോൾ സഞ്ജു ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയിട്ട് എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം എന്ന് സഞ്ജുവിൻ്റെ അടുത്ത് പറയാണ് നരേന്ദ്രൻ തമ്പി. ശേഷം രണ്ടുപേരും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ്. കതിർ മണ്ഡപത്തിൽ താലി കെട്ടാൻ എൻ്റെ അടുത്തിരുന്ന പെണ്ണിനെയാണ് നീ കൊണ്ടുപോയത്. നിന്റെ ആദ്യ കല്യാണത്തിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. വെടിമരുന്നല്ല, ബോംബ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് നരേന്ദ്രൻ തമ്പി പറയാണ്. നീ കൊണ്ടുപോയ എൻ്റെ പെണ്ണിനെ നീ തന്നെ എൻ്റെ മുമ്പിൽ എത്തിക്കണം എന്നും പറഞ്ഞ് ആ വിഷുക്കോടി സഞ്ജുവിന് തിരിച്ചു കൊടുക്കാണ്. ശേഷം നരേന്ദ്രൻ തമ്പി തിരിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് സഞ്ജു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ശേഷം അത് ആരാണെന്ന് രാജു ചോദിക്കുകയാണ്. അപ്പോൾ രാജുവിന് എല്ലാ സത്യവും അറിയുന്നത് കൊണ്ട് സഞ്ജു അത് ആരാണെന്ന് പറയാണ്. പിന്നീട് സഞ്ജുവിൻ്റെ ടെൻഷൻ കണ്ട് ലച്ചു മനസ്സിൽ വിചാരിക്കുകയാണ്, പെട്ടെന്ന് അദ്ദേഹത്തിന് എന്താ പറ്റിയത്, ഇത്രയും നേരം നല്ല സന്തോഷത്തിലായിരുന്നല്ലോ എന്ന്. അപ്പോൾ ആ സമയത്ത് ദിനേശൻ ശ്രീദേവിയുടെ അടുത്ത് പറയാം, കുറച്ചു മുമ്പ് സഞ്ജുവിനെ ആരോ കാണാൻ വന്നിരുന്നു. രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സഞ്ജുവിന് ടെൻഷൻ എന്ന് ദിനേശൻ പറയാണ്. അപ്പോൾ അത് ആരാ വന്നതെന്ന് ലച്ചു ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്